നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുഡ് മസാജറാണ് പരിചയപ്പെടാൻ പോകുന്നത്. എയർ കംപ്രഷൻ ഫുഡ് മസാജറാണിത്. ഒപ്പം തന്നെ ഇതിൽ റോളർ മസാജിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. കാലിലും കൈക്കും ഒക്കെ വേദന ഉള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. നമ്മൾ കുറച്ചധികം ദൂരം നടക്കുകയോ ഓടുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും കാലിന് വേദന വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു മസാജറിലൂടെയുള്ള മസാജിങ്ങിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ കൈയുടെയും കാലിലെയും ഒക്കെ മസിൽ റിലാക്സ് ആക്കി പെയിൻ റിലീഫ് നൽകുന്ന ഒരു മസാജറാണിത്. മസിൽ റിലാക്സേഷനും പെയിൻ റിലീഫും കിട്ടുന്നതിനോടൊപ്പം തന്നെ മസാജ് ചെയ്യുന്ന ഭാഗത്തെ ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കാനും ഇങ്ങനെയുള്ള മസാജുകളിൽ മസാജ് ചെയ്യുമ്പോൾ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് അഗാരോയുടെ ഫുഡ് മസാജർ. കണ്ട നല്ല വലുപ്പം തോന്നിക്കും, പക്ഷേ വലിയ വെയിറ്റ് ഒന്നുമില്ല. ക്യാരി ചെയ്യാനായിട്ടൊക്കെ വളരെ ഈസിയാണ്. ഒരു ഡാർക്ക് ഗ്രേ കളറാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ബേസിൽ റോളർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ എയർ ബാഗുകളും കാണാനായിട്ട് സാധിക്കും. ഇതിൽ മസാജിങ് നടക്കുന്നത് ഈ എയർ ബാഗ്സിൽ എയർ ഫില്ലായി ഇൻഫ്ലേറ്റ് ആയും ഡീഫ്ലേറ്റ് ആയുമാണ് മസാജ് ചെയ്യുന്നത്. ഈ മസാജറിന്റെ ഒരു പ്രത്യേകത, ഇതിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ടൊക്കെ മസാജ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ഈ മസാജറിൽ നിന്ന് ലഭിക്കും. ഇതിനൊപ്പം 360 ഡിഗ്രി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബാർ ലഭിക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് ബാർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഒപ്പം മസാജർ ഇതേപോലെ എലിവേറ്റ് ചെയ്ത് വെക്കാനും ഇത് ഉപയോഗിക്കാം. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് വേണമെങ്കിൽ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ടിൽറ്റ് ചെയ്ത് ഈ പൊസിഷനിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ പവർ കേബിൾ. ഒരു യൂസർ മാനുവലും ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ മസാജറിന്റെ സെന്ററിലാണ് ഇതിന്റെ കൺട്രോൾസ് എല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് പവർ ബട്ടൺ. ഈ പവർ ബട്ടൺ ചുറ്റും കുറെ ബട്ടൺസ് കൂടെ നൽകിയിട്ടുണ്ട്. പവർ ഓൺ ചെയ്തിട്ട് ഇതിന്റെ എയർ കംപ്രഷൻ ഇന്റൻസിറ്റി നമുക്ക് പ്ലസ് മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. 5 ഇന്റൻസിറ്റി ഇതിൽ നൽകിയിട്ടുണ്ട്. H1 to H5 ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 5 to 30 മിനിറ്റ്സ് ടൈമറും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 3 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മസാജ് മോഡ് ഉണ്ട്. P1, P2, P3. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താണ് ഈ മസാജ് മോഡ് നമ്മൾ സെലക്ട് ചെയ്തത്. P1 ആൻഡ് P2 മോഡിൽ ഡിഫറന്റ് എയർ കംപ്രഷൻ ഇന്റൻസിറ്റി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ റോളർ മസാജ് കോമ്പിനേഷനും ലഭിക്കുന്നുണ്ട്. P3 മോഡിലാകട്ടെ എയർ ഇന്റൻസിറ്റി മാത്രമേ കാണത്തുള്ളൂ, റോളർ മസാജ് ലഭിക്കത്തില്ല. അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് മോഡും സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. മസാജ് ചെയ്യുമ്പോൾ ചെറിയ ചൂട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ആവുക. അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് കൂടുതൽ ഒരു ചൂടായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുക. ഇതിനൊപ്പം ഒരു റിമോട്ട് കൺട്രോളർ ലഭിക്കുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നൊക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മസാജറിൽ പോയിട്ട് ഓരോ ഫംഗ്ഷൻസ് മാറ്റേണ്ട കാര്യമില്ല. നമുക്ക് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ മസാജർ ഓൺ ചെയ്തിട്ടുണ്ട്. മസാജർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലെ എയർ ബാഗ്സ് ഇൻഫ്ലേറ്റ് ആകുന്നത് കാണാൻ സാധിക്കും. ഈ എയർ ബാഗ്സ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടാണ് മസാജ് ചെയ്യുന്നത്. മസാജർ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എയർ ബാഗ് ഡീഫ്ലേറ്റ് ആകുന്നതും കാണാൻ സാധിക്കും. ഈ മസാജർ നമുക്ക് ചെയറിലോ ബെഡിലോ സോഫയിലോ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മസാജ് ചെയ്യുമ്പോൾ കാലിൽ ഒരു സോക്സ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ അഴുക്ക് പിടിക്കത്തൊന്നുമില്ല. സോക്സ് ഇട്ടും ഇടാതെയും നിങ്ങൾക്ക് ഇതിൽ മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. കാൽപാദം ഇതേപോലെ മസാജറിനുള്ളിലേക്ക് വെച്ച് വേണ്ട മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മസാജിങ് സ്റ്റാർട്ട് ആവും. എയർ കംപ്രഷൻ മസാജ് ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ്. നമ്മൾ കൈകൊണ്ട് മസാജ് ചെയ്യുന്ന ഒരു ഫീൽ ലഭിക്കും. ഒത്തിരി ഹാർഡായിട്ടൊന്നും ഫീൽ ആകത്തില്ല. അതേപോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. നല്ല റിലാക്സിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു മസാജിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ മസാജർ ഹൊറിസോണ്ടലി വെച്ച് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ടിൽറ്റ് ചെയ്ത് ഈ രീതിയിൽ വെച്ചുകൊണ്ടും മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. മസാജർ ഈ രീതിയിൽ ടേബിളിലോ ബെഡിലോ വെച്ചുകൊണ്ട് നമുക്ക് കാഫ് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ ആ മസാജ് ചെയ്യാനും ഇത് ഉപയോഗിക്കാം. മസാജർ ഡ്രൈ ആയിട്ടുള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. കാല് വെക്കുന്ന ഈ ഭാഗത്ത് നൽകിയിട്ടുള്ള ഈ സിപ്പ് ഉപയോഗിച്ച് ഈ കവർ ഊരി എടുക്കാനായിട്ട് പറ്റും. കവർ ഊരി കഴുകി ഉണക്കി വീണ്ടും ഇതേപോലെ മസാജറിൽ ഇടാനായിട്ട് സാധിക്കും. ഇങ്ങനെ രണ്ട് സൈഡിലെ കവറും നമുക്ക് ഊരി എടുക്കാനും ക്ലീൻ ചെയ്യാനും വീണ്ടും അത് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കാലിലും കൈക്കും ഒക്കെ നല്ല വേദന വരാറുണ്ട്. അപ്പൊ ഞാൻ കൈ അങ്ങനെ മസാജ് ചെയ്തില്ല ഇത് ഉപയോഗിച്ച്, പക്ഷേ ഫുഡ് മസാജ് ഞാൻ ചെയ്യാറുണ്ട്. ഇതേപോലെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇങ്ങനെ കാല് വെച്ചിട്ട് ഫുഡ് മസാജ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തത്. അപ്പോൾ നല്ലൊരു റിലാക്സിങ് മൂഡ് നമുക്ക് തരുന്ന, റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. മസാജ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, മസാജ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ കൂടെ ആ ഒരു റിലാക്സിംഗ് ഫീൽ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മസാജർ വാങ്ങുന്നത് ഒരാൾക്ക് വേണ്ടി ഉപയോഗിക്കാനല്ല, വീട്ടിലിപ്പോൾ 5-6 പേരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ അഴുക്കൊന്നും കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ഒരു സോക്സ് ഒക്കെ ഇട്ടിട്ട് കാലെടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കൊന്നും ആകത്തില്ല. കുറേ നാൾ നമുക്കിത് നല്ല രീതിയിൽ നല്ല റിലാക്സിംഗ് ആയിട്ട് നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഒന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ 1 ഇയർ വാറണ്ടി ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി നൽകുന്നുണ്ട്. അഗാരോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻവോയ്സ് ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സ്ട്രാ
6 month തൊട്ടുള്ള വാറണ്ടിയും ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ടൈപ്പ് മസാജറിനൊക്കെ തന്നെ ഏകദേശം ഈ ഒരു റേറ്റ് ആണ്. ഞാൻ ഇതിനു മുമ്പും പല വീഡിയോകളിലൂടെ 2 മസാജറുകൾ പരിചയപ്പെടുത്തിയിരുന്നു. അതൊക്കെ ഇതിലും കുറഞ്ഞ മസാജറുകളാണ്. പക്ഷേ അതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താനെ കൈയെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മസാജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട, ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ മസാജ് ചെയ്തു തരും. അതുകൊണ്ടായിരിക്കും ഇതിന്റെ റേറ്റ് ഇത്രയും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോഴത്തെ പ്രസന്റ് ടൈമിലെ പ്രൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ പ്രൈസ് കൂടുതലോ കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആവശ്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ നിന്ന് ബൈ ചെയ്യാനും സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുന്നതായിരുന്നു, ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള ഒരുപാട് അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോകളുമായിട്ട് വരുന്നുണ്ട്. ആ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ഐക്കനിലൂടെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നടത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.